നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ കുട്ടികളിൽ നിരവധി ഹൃദയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. ചില പ്രശ്നങ്ങൾ ജന്മനാ ഉള്ളതായി മാറാറുണ്ട്. ഈ പ്രശ്നങ്ങളുമായി കുഞ്ഞുങ്ങൾ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട ഒരവസ്ഥയും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. വൈദ്യശാസ്ത്രത്തിൽ ഇതിനൊക്കെ കൃത്യമായ പരിഹാരങ്ങളുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ തന്നെ നിരവധി ടെസ്റ്റുകളുണ്ട്. ഇതിലൂടെയൊക്കെ കുട്ടികളുടെ ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും അതിനുള്ള പരിഹാര മാർഗങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഇതേക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം പ്രൊഫസറായ ഡോക്ടർ ബാലു വൈദ്യനാഥൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം സ്മിത. ഡോക്ടർ, ഇപ്പം കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ മുതൽ ഈ കുഞ്ഞിനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല സംശയങ്ങളാണ്. കുഞ്ഞിൻ്റെ ചലനം മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ടെൻഷൻസാണ്. ഇപ്പോൾ ഹൃദയ ആരോഗ്യം വളരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അതായത് ഗുരുതരമായ ജീവിത പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ കുട്ടികളിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദയാരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത്? കുട്ടികളിൽ കാണുന്ന ഈ ഹൃദ്രോഗങ്ങൾക്ക് നമ്മളൊരു ബ്രോഡ് ടേം കൊണ്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതിനാണ് കൺജനിറ്റൽ ഹാർട്ട് ഡിഫക്ട്സ്, ഇല്ലെങ്കിൽ ജന്മന ഉള്ള ഹൃദയ വൈകല്യങ്ങൾ. ഈ ഒരു ടേം കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ജന്മവൈകല്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കാണുന്ന പ്രോബ്ലംസാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ബേസിക് സ്കൂൾ ഡേയ്സിൽ നിന്ന് തന്നെ ഹാർട്ടിൽ 4 അറകളുണ്ട്. മുകളിൽ 2 അറകൾ ഏട്രിയം എന്ന് പറയും, അതിലാണ് ബ്ലഡ് വന്ന് നിറയുന്നത്. പിന്നെ താഴെ 2 പമ്പിങ് ചേമ്പേഴ്സ് ഉണ്ട്, അവയൊക്കെ വെൻട്രിക്കിൾസ് എന്ന് പറയും. ലെഫ്റ്റ് സൈഡിൽ ശുദ്ധരക്തവും വലത് സൈഡിൽ അശുദ്ധ രക്തവും വരും. ഈ 2 അറകളെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വേർതിരിച്ചിട്ടുണ്ട്. 2 ഭിത്തികളുണ്ട്. വലത് സൈഡിൽ നിന്ന് ലങ്സിലോട്ടൊരു കുഴൽ പോവും, ആൻഡ് ഇടത് സൈഡിൽ ശരീരത്തിലോട്ട് കുഴൽ പോവും. ഈ ഒരു ബേസിക് സ്ട്രക്ചറിൽ കാണുന്ന വേരിയേഷൻസ്, പല ടൈപ്പ് വേരിയേഷൻസ് ഉണ്ട്. ഇവയൊക്കെയാണ് നമ്മൾ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഭിത്തിയിൽ ഒരു ദ്വാരം, ഹോള്, അതിനാണ് ഹോൾസ് ഇൻ ദ ഹാർട്ട് എന്ന് പറയുന്നത്. കോമൺ ടൈപ്പാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. ഏറ്റവും ക്രിട്ടിക്കൽ ഓർ സീരിയസ് ടൈപ്സ് എന്ന് പറയുന്നത് ഒരു അറ അല്ലെങ്കിൽ ഒരു വാൽവ് പൂർണ്ണമായിട്ട് ഡെവലപ്പ് ആകാത്ത ടൈപ്പ് പ്രോബ്ലംസ് കാണും. ഇതിനെല്ലാമാണ് വെരി കോംപ്ലെക്സ് ടൈപ്പ് ഓഫ് ഹാർട്ട് പ്രോബ്ലംസ് എന്നുള്ളത്. സിമ്പിൾ പ്രോബ്ലംസ് നമുക്ക് പൂർണ്ണമായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ആണെങ്കിൽ അവയെ ഒരു പാർഷ്യലി അല്ലെങ്കിൽ പ്രാവർത്തികമായിട്ടുള്ള കറക്ഷനേ പറ്റുള്ളൂ. ആകൃതി സ്റ്റിൽ അബ്നോർമലായിട്ട് തന്നെ ഇരിക്കും. അത്തരം പ്രോബ്ലംസാണ് ഈ ലൈഫ് ലോങ് പേരൻസിനും ആ പേഷ്യൻറ്റിനും ആ കുട്ടിക്കും ഒരു ഡിഫിക്കൽട്ടീസ് പോസ് ചെയ്യാൻ പറ്റും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് രോഗനിർണയ മാർഗങ്ങൾ നിലവിലുണ്ടല്ലോ. അപ്പോൾ എന്താണ് പ്രധാനമായിട്ടും ഈ കുഞ്ഞുങ്ങളിലെ ഈ പ്രശ്നങ്ങൾ? ഇപ്പോൾ ജന്മനാ ഉള്ളതിനെ നമുക്ക് നേരത്തെ അറിയണമല്ലോ, അതിനുള്ള ഒരു മാർഗം എന്താ? ഇപ്പോൾ ഒരു ഫോക്കസ് പെർട്ടിക്കുലർലി കേരളത്തിൽ ഇപ്പം ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അത് അറൗണ്ട് 12/1000 ബർത്ത് ആണ്. ആൻഡ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും നാഷണൽ ഹെൽത്ത് മിഷൻ അതിൻ്റെ ഒരു മേജർ ഒരു ഫോക്കസ് ഇതിനെ ബിലോ 10, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സിംഗിൾ ഡിജിറ്റ് IMR എന്നുള്ള ആ ഒരു ടേം കൊണ്ടാണ്. ഇതിൻ്റെ ഒരു മേജർ ത്രസ്റ്റാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഒരു മേജർ ഫോക്കസ് ഇപ്പോൾ ഈ സിംഗിൾ ഡിജിറ്റ് IMR എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 13 പോയിൻ്റ് അജണ്ട ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതിൽ ഒരു അജണ്ട ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ നേരത്തെ കണ്ടുപിടിക്കലും അതിൻ്റെ പ്രോപ്പർ ടൈംലി റെഫറലും ട്രീറ്റ്മെൻറ്റുമാണ്. ആ ഒരു കൺസിഡറേഷനിൽ പ്രഗ്നൻസി സ്റ്റേജിൽ ഇത്തരം പ്രോബ്ലംസ് നിർണ്ണയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിരിക്കും പേഷ്യൻസിന് മാത്രമല്ല ആ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് തന്നെ. അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതൽ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തുടർന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡോക്ടർ, ഇപ്പോൾ കൃത്യമായിട്ട് ഈ പ്രഗ്നൻസിയിൽ തന്നെ ടെസ്റ്റുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും ചിലപ്പോൾ വയസ്സായവരൊക്കെ വീട്ടിലുള്ളവർ പറയുന്നത് കേട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില വിശ്വാസങ്ങളുടെ പേരിലായിരിക്കും എന്തിനാണ് ഇത്രയധികം ടെസ്റ്റുകളെന്ന് സംശയിച്ച് പോകാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആക്ച്വലി പ്രഗ്നൻസി സ്റ്റേജിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് എല്ലാ ലേഡീസും അണ്ടർഗോ ചെയ്യുന്നതാണ് ഈ അൾട്രാസൗണ്ട് സ്കാനുകൾ. സ്കാൻ എന്നുള്ള രീതിയിൽ ഒരു കോമൺ ടേമിലാണ് ഇതറിയപ്പെടുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ആ ഒരു പ്രഗ്നൻസിയുടെ റിസ്ക് അനുസരിച്ച് ചിലർക്കൊക്കെ 8th-9th വീക്കിൽ ആദ്യം പ്രഗ്നൻ്റ് ആണ് എന്നുള്ള ഒരു സ്കാൻ വഴി തന്നെയാണ്. ഇപ്പം അല്ലാതെ ടെസ്റ്റുകൾ ഉണ്ടെങ്കിലും സ്കാൻ കൺഫർമേഷൻ പലരും അത് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സ്കാൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു 11-13 വീക്സിൽ ഒരു അനോമലി സ്കാൻ, ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്കാൻ എന്ന് പറയും, അത് ചെയ്യാറുണ്ട്. ബട്ട് വെരി ഇമ്പോർട്ടൻ്റ് ഒരു സ്കാൻ നടക്കുന്നത് അറൗണ്ട് ഒരു 4th-5th മന്ത് പീരീഡിലാണ്. ഇതിനാണ് ഈ മിഡ് ട്രൈമസ്റ്റർ സ്കാൻ. ഈ ഒരു സ്കാനിലാണ് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലെ മേജർ അനോമലീസ്, അതായത് വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഓർഗൻസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കുന്നത് ഈ ഒരു സ്കാനിലാണ്.
ഈ ഒരു പീരീഡിലാണ് ഈ ഹൃദയത്തിൻ്റെ ആ സ്കാൻ, അതായത് ഫീറ്റൽ ഹാർട്ട് സ്ക്രീനിങ് നടപ്പിലാക്കേണ്ടത്. അതാണ് നമ്മൾ ഇനി തുടർന്ന് ഫർദർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഹാർട്ട് സ്ക്രീനിങ് ആവശ്യമുണ്ടോ? യെസ്, അതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. ഒരു ഡീറ്റെയിൽ സ്കാനിനാണ് ഈ ഫീറ്റൽ എക്കോകാർഡിയോഗ്രാഫി. അത് ഒരു എക്സ്പേർട്ട് ഡോക്ടർ ചെയ്യുന്നത്, മേ ബി ഒരു കാർഡിയോളജിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഈ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് അല്ല എക്സ്പേർട്സ് ഉണ്ട്, ഇവർ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ സ്കാൻ. അതെല്ലാവർക്കും ആവശ്യമില്ല. പക്ഷെ ബേസിക് ഒരു സ്കാൻ ഹാർട്ടിൻ്റെ, അതിനാണ് സ്ക്രീനിങ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അത് എല്ലാ പ്രഗ്നൻസിയിലും ചെയ്യേണ്ടതാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ 1 in 1000 പ്രഗ്നൻസീസിൽ കാണും. അത് ഏതിലാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. anyone can have. അതുകൊണ്ട് always it is better that a screening should be done for all pregnant ladies. അപ്പോൾ ഡോക്ടർ, ഈ സ്ക്രീനിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചെറുതാണെങ്കിൽ പോലും നമുക്കിത് കാണാൻ കഴിയും? സാധാരണഗതിയിൽ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മേജർ വേരിയേഷൻസ് ഫ്രം നോർമൽ. ഒരു നോർമൽ പാറ്റേൺ ഉണ്ടാവും ഹാർട്ടിൽ. ഒരു നോർമൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 4 അറകൾ കാണണം, ഈ 2 രക്തക്കൊഴലുകൾ കാണണം, ആൻഡ് അവയുടെ സൈസ് നോക്കണം. അപ്പോൾ ഒരു ബേസിക് പാറ്റേൺ ആണ്. ആ പാറ്റേൺ ഫെമിലിയർ ആയിരിക്കണം. സ്കാൻ ചെയ്യുന്ന ഡോക്ടർ ആ പാറ്റേൺ ഫെമിലിയർ ആയിരിക്കണം. ആ ബേസിക് സ്കാനിൽ ഉദ്ദേശിക്കുന്ന ഈ പാറ്റേണിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് എക്സ്പെർട്ടൈസിൽ കൂടുതൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു ഡോക്ടർ അടുത്തോ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യണം. ഇതാണ് ആ എസെൻഷ്യലി ആ സ്ക്രീനിങ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു എല്ലാവർക്കും ഫീറ്റൽ എക്കോകാർഡിയോഗ്രാഫിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ആർക്കാണ് പ്രിഫർ ചെയ്യുന്നത്? ഓക്കെ, അതിലാണ് ഈ ഹൈ റിസ്ക് പ്രഗ്നൻസീസ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എല്ലാ പ്രഗ്നൻസീസിനെയും ഹൈ റിസ്ക് പ്രഗ്നൻസീസ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ഹൈ റിസ്ക് പ്രഗ്നൻസീസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ഇപ്പം പലരും ഒരു ലേറ്റ് മാരേജസും കുറച്ച് ഓൾഡർ ഏജിൽ, അതായത് 35 ഇയേഴ്സ് പ്ലസ് ഒക്കെ ലേഡീസ് പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. അത് മദറിൻ്റെ ഏജ് കൂടുമ്പം അത് നാച്ചുറലി കൂടുതൽ വൈകല്യങ്ങൾ വരാനുള്ള ഒരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ മദറിനുണ്ടാവുന്ന അസുഖങ്ങൾ, അതിൽ കോമൺ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഡയബറ്റിസ് ആണ്. ഇപ്പം കേരളത്തിൽ ഇൻ പർട്ടിക്കുലർ ഈ ഡയബറ്റിസ് ഡ്യൂറിങ് പ്രഗ്നൻസി ഒത്തിരി കൂടി കാണുന്നുണ്ട്. മേ ബി ഡയറ്ററി ഫാക്ടേഴ്സ് ആയിരിക്കാം. പിന്നെ ഉള്ളതാണ് ഇൻഫെക്ഷൻസ് ഡ്യൂറിങ് പ്രഗ്നൻസീസ്. ചില വൈറൽ ഇൻഫെക്ഷൻസ് വരാം. പിന്നെ ചില പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെഡിസിൻസ് അമ്മ കഴിക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫിറ്റ്സിനുള്ള മരുന്ന് കഴിക്കുന്നു. പിന്നെ ഇപ്പോൾ അനദർ വെരി കോമൺ പ്രോബ്ലം, ഐ എം ഷുവർ അത് നേരത്തെ ഡിസ്കസ് ചെയ്ത് കാണും, ഇൻഫെർട്ടിലിറ്റി ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഒരുപാട് ലേഡീസ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അതിൽ ഈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, ഇക്സി തെറാപ്പി, ഇങ്ങനെയുള്ളതൊക്കെ ഇതെല്ലാം ഹൈ റിസ്ക് പ്രഗ്നൻസീസ് ആണ്. പിന്നെ ഫാമിലി ഹിസ്റ്ററി, ഇപ്പോൾ ആ കുടുംബത്തിൽ ഇതിന് ബിഫോർ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ജന്മനായുള്ള ഹൃദയവൈകല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഒരു ഹൈ റിസ്ക് ആണ്. ഇത്തരം ലേഡീസ് ഡയറക്റ്റ്ലി ഒരു എക്സ്പേർട്ട് ഫീറ്റൽ എക്കോ ചെയ്യണം. ബാക്കിയുള്ള എല്ലാവരും ഒരു ബേസിക് സ്ക്രീനിങ് ചെയ്യണം. ആ സ്ക്രീനിങ്ങിൽ എന്തെങ്കിലും ഒരു അപാകത കാണുന്നു അല്ലെങ്കിൽ ഡൗട്ട് കാണുന്നു എന്നുണ്ടെങ്കിൽ അവർ ഒരു ഡീറ്റെയിൽ ടെസ്റ്റിന് പോകണം. ഇപ്പോൾ ഡോക്ടർ, ഈ ഫീറ്റൽ എക്കോ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഈ ടെസ്റ്റുകൾ വളരെ ചിലവ് കൂടിയതാണെന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ? ആക്ച്വലി ഇത് സോ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടൊരു ടെസ്റ്റാണ്. അൾട്രാസൗണ്ട് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എക്സ്പെൻസീവ്, റിസ്ക്കും ഇല്ല. പേഷ്യൻറ്റിന്, പ്രഗ്നൻറ്റ് ലേഡിക്ക് റിസ്ക് ഇല്ല. കോസ്റ്റ് എന്ന് പറയുന്നത് ബേസിക് സ്കാന് ഇപ്പോൾ ഗവൺമെൻറ് സെറ്റപ്പിൽ വെറും ലെസ് ദൻ 1000 rupees ഒക്കെ ചാർജ് ചെയ്യുന്നുള്ളൂ അനോമലി സ്കാൻ. ഈവൻ വിത്ത് എ വെരി എക്സ്പേർട്ട്, ഹയസ്റ്റ് ലെവൽ ഓഫ് എക്സ്പെർട്ടൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇറ്റ് ഈസ് വെൽ വിത്തിൻ ദ ഒരു കോമൺ മാൻ്റെ റീച്ചിലേ വരുന്നുള്ളൂ. ഒരു 2500 3000 ആ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ, ഈവൻ വിത്ത് എൻ എക്സ്പേർട്ട്. അതേസമയം ഒരു പ്രോബ്ലം ഉണ്ട്, ആൻഡ് അത് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലമാണ്, അത് മിസ് ചെയ്യുന്നു, എന്നിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള കുട്ടി ജനിക്കുന്നു, പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പെർസ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, റിക്കറിങ് കോസ്റ്റ്, പിന്നെയുള്ള എക്സ്പെൻസ്, അതിൻ്റെ ഹ്യൂജ് ആയിരിക്കും. വലിയ അച്ഛനമ്മമാരിൽ ഒരുപാട് പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള സ്ട്രെസ് കൂടാതെ സാമ്പത്തികമായിട്ടും ഒരു മേജർ സ്ട്രെസ് വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഡ്യൂറിങ് പ്രഗ്നൻസി കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രോപ്പർ രീതിയിൽ ഒരു കൗൺസിലിങ്ങും ഒരു ബോധവൽക്കരണം നടത്താൻ പറ്റും. അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഫാമിലീസിന് നന്നായിട്ട് എടുക്കാനും പറ്റും. ഓക്കെ, ഇതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഇത്തരം ഏതെങ്കിലും ഒരു ഗൗരവമുള്ള പ്രശ്നവുമായിട്ട് ജനിക്കുന്നു. അപ്പോൾ പലപ്പോഴും അപ്പോഴാണ് അച്ഛനമ്മമാർ തിരിച്ചറിയുന്നത് മുൻപ് പറഞ്ഞ ടെസ്റ്റുകളിൽ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ അവഗണിച്ച് കളഞ്ഞതിൻ്റെ ഒരു പ്രശ്നം. പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെല്ലാം തരത്തിലുള്ള ചികിത്സകളുണ്ട് നമ്മൾക്ക് എന്നുള്ളത്? ആക്ച്വലി അത് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഒരു മേ ബി ഒരു 10-20 വർഷം മുമ്പ് ഈ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതിൽ നിന്നൊക്കെ ഒത്തിരി മാറിക്കഴിഞ്ഞു. നമ്മൾ
ട്രീറ്റ്മെൻറ്റ് ഇപ്പം അവൈലബിൾ ആണ്. ആൻഡ് അത് ഇൻക്രീസിംഗ്ലി മോർ ആൻഡ് മോർ സെൻറ്റേഴ്സ്, കേരളത്തിൽ മോർ ആൻഡ് മോർ സെൻറ്റേഴ്സിൽ അത് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഹാർട്ട് സർജറി എന്ന് പറയുന്നത്. ഹാർട്ട് സർജറി ഇൻ ചിൽഡ്രൻ ഒബ്വിയസ്ലി ഒരു മേജർ ഇതാണ്. പക്ഷേ അത് കുട്ടികളിൽ മാത്രമല്ല, ഇപ്പം നവജാത ശിശുക്കളിൽ തന്നെ വെരി കോമൺലി ചെയ്യുന്നുണ്ട്. ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. കേരളത്തിൽ തന്നെ ഒരു 4-5 സെൻറ്റേഴ്സിൽ നവജാത ശിശുക്കൾക്ക് ഇപ്പോൾ ഹാർട്ട് സർജറി ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ എ വെരി ഗുഡ് തിങ്. നമ്മുടെ സെൻറ്ററിൽ ഇപ്പം ന്യൂ ബോൺ ഹാർട്ട് സർജറി ഓൾമോസ്റ്റ് 95-97% സക്സസ്ഫുള്ളോടുകൂടിയാണ് ചെയ്യുന്നത്. ദ മോർട്ടാലിറ്റി റേറ്റ്സ് ആർ ഒരു ലെസ് ദൻ 5%, മേ ബി അറൌണ്ട് 3% ആണ്. പക്ഷേ എല്ലാ സർജറീസും ഒരുപോലെ അല്ല. നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. ചിലപ്പോൾ ഒരു ഹോളായിരിക്കും, അത് അടച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് നോർമൽ ലൈഫാണ്. ചിലപ്പോൾ ഒരു വാൽവ് ടൈറ്റ്ലി ബ്ലോക്ക്ഡ് ആയിരിക്കും, അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് നോർമൽ ആകും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു രക്തക്കുഴൽ ബ്ലോക്ക് ആയിരിക്കും, ആ ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ അഗെയിൻ ആ ഹാർട്ട് നോർമൽ ആകും. ചിലപ്പോൾ ഒരു ഈ 2 പ്രധാന രക്തക്കുഴലുകളുണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ പൊസിഷൻ തിരിഞ്ഞിരിക്കും, ട്രാൻസ്പൊസിഷൻ എന്ന് പറയും. അതാണ് ഈ ബ്ലൂ ബേബീസ് ആയിട്ട് വരുന്നത്. അതും ആ കറക്റ്റ് പൊസിഷനിൽ തിരിച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ചിങ് ഓപ്പറേഷൻ എന്ന് പറയും, കംപ്ലീറ്റ്ലി നോർമൽ ആണ്. ഡോക്ടർ, ഇത് പലപ്പോഴും മൾട്ടിപ്പിൾ കേസസ് ആയിട്ടും വരുന്ന അവസ്ഥകളുണ്ടാവില്ലേ ഡോക്ടർ? നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് ഒരു ഇടവേളയ്ക്ക് ശേഷം പറയാം. തീർച്ചയായിട്ടും. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് സർജറി കൂടെ ഒക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പല പല പ്രശ്നങ്ങൾ വരുമ്പോൾ അതാണ് ഈ കുഞ്ഞുങ്ങളിൽ ഒരുപാട് സർജറി ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു കോംപ്ലിക്കേഷൻ. അത്തരം പ്രശ്നങ്ങളുമായിട്ട് കുട്ടികൾ വന്നാൽ എങ്ങനെയാണത് നമ്മൾ മുന്നോട്ട് പോകുക? അതൊരു ഡിഫിക്കൽട്ട് പ്രോബ്ലം ആണ്. കാരണം ഫസ്റ്റ് തിങ് ഇസ് ഒരു കോംപ്ലിക്കേറ്റഡ് ഹാർട്ട് പ്രോബ്ലം. ഇപ്പോൾ ഒരു നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു അറ ഡെവലപ്പ് ആയിട്ടില്ല, അല്ലെ ഒരു വാൽവ് ഇല്ല, 4 അറകൾക്ക് വരും 3 ചേമ്പേർഡ് ഹാർട്ട്, ചില ഈവൻ മോർ കോംപ്ലിക്കേറ്റഡ് കേസിൽ 2 ചേമ്പേർഡ് ഹാർട്ട്. ഇതൊക്കെ ഈ ഹാർട്ടിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ ഒരു പ്രോബ്ലം വന്ന് ആ ഡെവലപ്മെൻറ്റ് നടക്കാതെ വരുന്നൊരു സിറ്റുവേഷനാണ്. ഇതും കൂടാതെ തന്നെ ചിലപ്പോൾ ഈ കാർഡിയാക് പ്രോബ്ലത്തിൻ്റെ കൂടെ മറ്റ് അവയവങ്ങളുടെ പ്രോബ്ലംസും ചേർന്ന് വരാറുണ്ട്, അതായത് മൾട്ടിപ്പിൾ പ്രോബ്ലംസ്. ഇത്തരം പ്രോബ്ലംസ് ആയിട്ട് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പേരൻസിൻ്റെ ഒരു മേജർ ഡയലമ്മ എന്ന് പറയുന്നത്, ബേബി ജനിച്ചു, കുഞ്ഞിനെ കണ്ടു, ആ അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ വരും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൗൺസിൽ ചെയ്യുമ്പം എന്താണ് ചികിത്സിക്കണോ ചികിത്സിക്കാതിരിക്കേണ്ടയോ, കോസ്റ്റ് മൊത്തത്തിലൊരു കുഞ്ഞാണെങ്കിലും ഇത് കൂടെ ഒക്കെ കടന്നു പോകണം. പിന്നെ അതെ അപ്പോൾ അതിന് ICUവിൽ കിടത്തണം, ഒരുപാട് ദിവസം കിടത്തണം. എന്താണ് കറക്റ്റ് ഡെസിഷൻ, എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ പലപ്പോഴും ഈ നോർമൽ ഈ ഡെലിവറി നടക്കുന്ന ഹോസ്പിറ്റൽസിൽ ഈ ട്രീറ്റ്മെൻ്റ് ഒന്നും നടപ്പിലാക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഹയർ സെൻറ്ററിൽ കൊണ്ടുപോകണം. ഇത്രയും പ്രോബ്ലം ഉള്ളൊരു കുഞ്ഞിനെ ഒരു ആംബുലൻസിൽ വെൻറ്റിലേറ്ററിലിട്ട് നമ്മുടെ നാട്ടിൽ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വെരി മേജർ അണ്ടർടേക്കിംഗ് ആണ്. ഈ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ ഡെയിലി ഫേസ് ചെയ്യുന്നതാണ്. ആസ് എ ഡോക്ടർ ഈ പേരൻസിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും ഡയലമാസും നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. അപ്പം ഒരു ചോദ്യം പലരും നമ്മളോട് ചോദിക്കുന്നത്, ഇത് നേരത്തെ നമുക്ക് കണ്ടുപിടിച്ചുകൂടായിരുന്നോ, ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു? അവിടെയാണ് നമ്മുടെ ഈ എൻറ്റയർ ഡിസ്കഷൻ ഓഫ് ഈ പ്രഗ്നൻസി സമയത്തെ ഈ സ്കാൻസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അതിൻ്റെ ഒരു റെലവൻസും നമുക്ക് വരുന്നത്. അപ്പോൾ ഡോക്ടർ, ഈ ഓരോ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 4 ആഴ്ച കൂടുമ്പോഴുള്ള വളർച്ചയിലുണ്ടാകുന്ന ഈ വ്യത്യാസങ്ങളൊക്കെ ഈ ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയത്തിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വളർച്ചയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? ആക്ച്വലി 2 ടൈപ്പ് സ്കാൻസ് ആണ് പ്രഗ്നൻസിയിൽ കൂടുതലും നോക്കുന്നത്. ഒന്ന് ഈ ബേബിയുടെ ഗ്രോത്ത് സ്കാൻസ്, അതായത് ആ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് പ്രഗ്നൻസിക്ക് കുഞ്ഞിൻ്റെ ബോഡി ഗ്രോത്ത്, വെയ്റ്റും ബാക്കിയുള്ള മെഷർമെൻറ്റ്സും ഉണ്ട്, അതൊക്കെ ഓക്കെ ആണോ എന്നുള്ളതാണ്. ആ ഗ്രോത്ത് കുറയുമ്പോൾ അതിന് ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ് ബേബി IUGR എന്നുള്ളൊരു പേരിൽ വരും. അതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇവാലുവേഷനാണ്. മറ്റേതെന്ന് പറയുന്നത് ഈ ചിലപ്പോൾ ഗ്രോത്ത് നോർമലായിരിക്കാം കംപ്ലീറ്റ്ലി, അല്ലെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞിരിക്കാം, പക്ഷേ പ്രധാന അവയവങ്ങളിൽ കാണുന്ന ഡിഫക്ട്സ് ആണ്. അത് 2 പീരിയഡിലാണ് അത്തരം സ്കാൻസ് നോക്കുന്നത്. ഒന്ന് 11 to 13 വീക്സ്, അതിൽ കൂടുതലും ബ്രെയിൻ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഒരു ബേസിക് ഇവാലുവേഷൻ അതൊക്കെയാണ് നോക്കുന്നത്. ബ്രെയിൻ ഈസിയാണ് ആദ്യം. ചിലപ്പം ചില കുട്ടികൾക്ക് ബ്രെയിൻ തന്നെ ഡെവലപ്പ് ആവില്ലാത്ത കേസുകളുണ്ട്, അനൻകെഫാലി എന്ന് പറയും. അതൊക്കെ 13 വീക്സിന് മുമ്പ് തന്നെ ഈസിലി കണ്ടുപിടിക്കാം. അതേസമയം ഹാർട്ട് എന്ന് പറയുന്ന ഒരു സ്മോൾ ഓർഗനാണ്. ആക്ച്വലി സ്പീക്കിംഗ് ഒരു 18-20 വീക്ക് ബേബിക്ക് ഒരു 100-120 ഗ്രാമേ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഇമാജിൻ എത്ര സ്മോൾ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഹാർട്ട് മാത്രമല്ല, ഒരു 150 മുതൽ 100-200 വരെ ബീറ്റ്സ് പെർ മിനിറ്റ് ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്യുന്നൊരു ഓർഗനാണ്. അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 18 വീക്സ്, 16 to 18 വീക്സ് ഓർ മേ ബി
കുറച്ചൊരു ബ്രോഡർ റേഞ്ച് പറയുകയാണെങ്കിൽ 16 to 20 വീക്സ്, 4-ാം മാസത്തിനും 5-ാം മാസത്തിനും ഇടയ്ക്ക് അതാണ് ഐഡിയൽ പീരീഡ്. ആ പീരീഡിൽ നമ്മൾ ഹാർട്ടിൻ്റെ സ്കാൻ നോക്കുമ്പം നമുക്ക് ഹാർട്ടിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ അറകൾ 4 ഉണ്ടോ, 2 രക്തക്കുഴലുകളുണ്ടോ, ആ രക്തക്കുഴലുകൾ ഈക്വൽ സൈസ്ഡ് ആണോ, ഈ 3 വ്യൂസാണ്. 4 ചേംബർ വ്യൂ, ഔട്ട്ഫ്ലോ ട്രാക്സ് ആൻഡ് 3 വെസൽ വ്യൂ, ഈ 3 വ്യൂസ് ഉണ്ട്. ഇത് 3ഉം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതിൽ നിന്ന് നോർമലാണോ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് പറയാൻ പറ്റും. സോ അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, 16 വീക്സ് മുതൽ 20 വീക്സ് വരെ, 4th month to 5th month, ആ പീരീഡിലുള്ള സ്കാനാണ് അനോമലി സ്കാൻ. ആ ഒരു പീരീഡിലാണ് ഹാർട്ടിൻ്റെ ഈ ബേസിക് ഇവാലുവേഷൻ ചെയ്യേണ്ടത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം പ്രഗ്നൻസിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കണ്ടുപിടിക്കാമെന്ന് പറയുന്നല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും ഗൗരവമായിട്ടുള്ള ഏതെല്ലാം പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാം, എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും? ഓക്കെ, ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞു. ഈ പ്രഗ്നൻസിയിൽ യൂഷ്വലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മേജർ പ്രോബ്ലംസ് ആണ്, വിച്ച് ക്യാൻ ഹാവ് ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് ഓൺ ദി ക്വാളിറ്റി ഓഫ് ലൈഫ്. ഫോർ എക്സാമ്പിൾ മേജർ ഒരു ഹാർട്ട് സർജറി വേണ്ടി വരുന്ന ടൈപ്പ് പ്രോബ്ലംസ്, ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഏറ്റവും കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഈ 4 അറകൾക്ക് പകരം 3 അറകൾ അല്ലെങ്കിൽ 2 ചേംബേഴ്സ്, ഇതാണ്. അപ്പോൾ നമ്മൾ എസെൻഷ്യലി ഡ്യൂറിങ് ഈ പ്രഗ്നൻസി ഹാർട്ട് ഇവാലുവേഷനിൽ നമ്മൾ ഒരു അപ്രോച്ചസ് ആണ് നോക്കുന്നത്. ഒന്ന് ഈ വെരി കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ്, അതായത് ഈ അതിൽ നമ്പർ ഓഫ് അറകൾ കുറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. 4ന് പകരം 3, 2 ഇതൊക്കെ. ഇതിനെല്ലാം കൂടെ നമ്മളൊരു ബ്രോഡ് ടേം പറയുന്നത് സിംഗിൾ വെൻട്രിക്കിൾ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ 2 പമ്പിങ് ചേംബേഴ്സിന് പകരം 1 പമ്പിങ് ചേംബർ. ഇത്തരം പ്രോബ്ലംസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ഇത് ഒരു നോർമൽ 4 ചേംബേർഡ് ഹാർട്ട് ആക്കാൻ പറ്റില്ല. ഓൺലി വേ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ സിംഗിൾ വെൻട്രിക്കിളിന് നമുക്കത് അങ്ങനെ നോർമലാക്കാൻ പറ്റുള്ളൂ. ആ ഉള്ള ഹാർട്ടിനെ നമുക്ക് നോർമലാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് യൂഷ്വലി ഓപ്പറേഷൻസ് ഒന്നല്ല, മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് വേണം. ആൻഡ് ഫൈനലി അതിൽ ഹാർട്ടിൻ്റെ പ്രവൃത്തി ഒന്ന് ഓപ്റ്റിമൈസ് ചെയ്യാമെന്നല്ലാതെ പൂർണ്ണമായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ഗ്രൂപ്പ്. ഇപ്പോൾ ഇതിനെല്ലാമാണ് നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് എന്നുള്ള ഒരു ബ്രോഡ് ടേമിൽ പറയുന്നത്. സെക്കൻഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ പ്രോബ്ലം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഉടനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ബേബി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ബ്ലൂ ബേബി അവസ്ഥ, ചിലപ്പോൾ ഒരു വാൽവ് ടൈറ്റായിട്ട് ബ്ലോക്ക്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഞരമ്പുകൾ തിരിഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ഇതുപോലത്തെ ആയിരിക്കും. ഇത്തരം കേസിൽ ഉടനെ ആഫ്റ്റർ ബർത്ത് ബേബി ഒരു ക്രിട്ടിക്കൽ സ്റ്റേറ്റിലായിരിക്കും. അത് ഉടനെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബേബി ഡെത്ത് ആവും. സോ സച്ച് ബേബീസ് ഉടനെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ബ്രോഡ്ലി ചെയ്യുന്നത് ക്രിട്ടിക്കൽ പ്രോബ്ലംസ് പക്ഷേ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവയ്ക്ക് നമ്മൾ ഒരു കാർഡിയോളജി സപ്പോർട്ട് ഉള്ള ഒരു സെൻറ്ററിൽ തന്നെ ഡെലിവറി ചെയ്ത് ഉടനെ ട്രീറ്റ് ചെയ്യാൻ വിത്തൗട്ട് ട്രാൻസ്പോർട്ടിങ് ദ ബേബി, അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യും. മറ്റൊരു പ്രോബ്ലം, അതായത് വെരി കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ആണ്, ഡീറ്റെയിൽ കൗൺസിലിംഗ് കൊടുക്കും. ആൻഡ് വൺ ഓഫ് ദ ഓപ്ഷൻസ് ഈ ഡ്യൂറിങ് പ്രഗ്നൻസി ഉള്ളത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഇത് 20 വീക്സ് വരെയാണ് ഇന്ത്യൻ നിയമം അലൗ ചെയ്യുന്നത്. ഇപ്പോൾ 20 ആഴ്ചയ്ക്ക് മുമ്പ് ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം പുവർ ഔട്ട്കം ഉള്ളത് കണ്ടുപിടിച്ചാൽ കൗൺസിൽ ചെയ്യാം. ആൻഡ് ഫാമിലിക്ക് തുടരണ്ട എന്നുള്ളൊരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്ക് അത് എടുക്കാൻ പറ്റും. ഓക്കെ, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം നടപടികളാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ നേരത്തെ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾക്കായിട്ട് എന്തെല്ലാം നടപടികളാണ് ഉള്ളത്? ഇപ്പം ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സായിട്ട് നമ്മൾ ഗവൺമെൻറ് ബോഡീസുമായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗവൺമെൻറ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് സിംഗിൾ ഡിജിറ്റ് IMR കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ള കേരള ഗവൺമെൻറ്റിൻ്റെയും നാഷണൽ ഹെൽത്ത് മിഷൻ്റെയും ഒരു മേജർ ഗോളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രഗ്നൻസി സമയത്ത് ഈ സ്കാനിങ് ചെയ്യുന്ന ഡോക്ടർമാരുടെ ട്രെയിനിങ്, ഹാർട്ടിൻ്റെ ഒരു ബേസിക് ഇവാലുവേഷൻ ചെയ്യാൻ എല്ലാ ഗൈനക്കോളജിസ്റ്റും റേഡിയോളജിസ്റ്റും, കേരളത്തിൽ യൂഷ്വലി സ്കാൻസ് പ്രഗ്നൻസിയിൽ ചെയ്യുന്ന കൂടുതലും ഈ ഗൈനക്കോളജിസ്റ്റ് അല്ലെ റേഡിയോളജിസ്റ്റ് ആയിരിക്കും. ഒരു ബേസിക് സ്കാൻ ചെയ്യാൻ ഇത്തരം ഡോക്ടേഴ്സിന് ഒരു ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാം ഇപ്പോൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡിസ്ട്രിക്ട് വൈസ് വർക്ക്ഷോപ്സ് ആണ് ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഇത് ചെയ്യുന്നത്. അതിൽ ഗ്രൂപ്പ് ഡോക്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് അവരെ ബോധവൽക്കരണവും ഇത് എങ്ങനെയാണ് ഈ ഹാർട്ടിൻ്റെ ബേസിക് ഹാർട്ട് ഇവാലുവേഷൻ ചെയ്യുന്നത് അതിൻ്റെ ടെക്നിക്കിൻ്റെ ഡെമോൺസ്ട്രേഷൻസും ട്രെയിനിങ്ങും കൊടുക്കുന്നതാണ്. അങ്ങനത്തെ ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ കൂടുതൽ കേസസ് നേരത്തെ ഉള്ള ഏർലി സ്റ്റേജിൽ തന്നെ പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ അതാണ്. സോ ദാറ്റ് ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫാമിലിക്ക് കൗൺസിൽ ചെയ്യാൻ പറ്റും, അവർക്ക് കറക്റ്റായിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ
അവർക്ക് അതുകൊണ്ട് പറ്റും. ഇതിൻ്റെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഏത് ഹോസ്പിറ്റൽസിൻ്റെ ഭാഗത്തുനിന്നും നല്ല എഫേർട്സ് ഉണ്ടായാൽ പോലും ഏറ്റവും അധികം ഇതിന് നമ്മൾ വില്ലിങ് ആകേണ്ടത് ഇതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. ആർക്കാണോ ഇതിൻ്റെ ഗുണം ലഭിക്കേണ്ടത് അവർ തന്നെയാണ്. പലപ്പോഴും ഇപ്പോൾ ഉദാഹരണത്തിന് വാക്സിനേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പോഴും ഇതിനൊക്കെ മടിക്കുന്ന ഒരുപാട് പേരുണ്ട്. കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കാത്ത അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ വേണ്ട ടെസ്റ്റുകളുടെ ഒരു ആവശ്യകതയെക്കുറിച്ചിട്ട് 2 വാക്ക്. അതാണ് ഫൈനലി ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് പബ്ലിക് തന്നെയാണ്. പബ്ലിക് അവയർനെസ്, ഇതുപോലത്തെ പല ഫെസിലിറ്റീസും ഡെവലപ്മെൻറ്റ്സും മെഡിക്കൽ ഫീൽഡ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ബെനിഫിഷ്യറി പബ്ലിക്കാണ്. അപ്പോൾ പബ്ലിക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പ്രഗ്നൻസി എന്നുള്ളതൊരു വെരി കോമൺ സ്റ്റേറ്റാണ്. എല്ലാ ലേഡീസും അവരുടെ ലൈഫിൽ ഒരു സ്റ്റേജ് ഉണ്ട്, അവരുടെ ആ പ്രഗ്നൻസി എന്നുള്ള സ്റ്റേജ്. അപ്പോൾ ഗർഭിണി ആകുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഹെൽത്ത് എന്നുള്ളത് ഒരു അമ്മയുടെയും ആ ഫാമിലിയുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസിഡറേഷനും കൺസേണുമാണ്. അതിൽ ഒരു മാൻഡറ്ററി നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ സ്കാൻസ് ആണ് ഡ്യൂറിങ് പ്രഗ്നൻസി. കുഞ്ഞിൻ്റെ ശരീരത്തിലെ മേജർ ഓർഗൻസ് നോർമൽ ആകുക എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അവയവങ്ങൾ ഹാർട്ടാണ്. 4-ാം മാസത്തിനും 5-ാം മാസത്തിനും ഇടയ്ക്ക് നടക്കുന്ന സ്കാൻസിൽ ഈ ഹാർട്ടിൻ്റെ ബേസിക് വ്യൂസ് കണ്ടെത്തി അത് നോർമലാണെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് കെയർ അഡ്വൈസാണ്. തീർച്ചയായിട്ടും ഡോക്ടർ, നമ്മുടെ സമയപരിമിതി മൂലം ഞാൻ ഇടപെടുന്നു. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.